ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണവുമായി അർജുന്റെ കുടുംബം. മനാഫ് പലയിടങ്ങളിൽ നിന്നും പണം പിരിക്കുന്നു. ആ ഫണ്ട് കുടുംബത്തിനു വേണ്ട. മനാഫും ഈശ്വർ മൽപ്പയും നടത്തിയത് നാടകമെന്നും ആരോപണം. നിയമസഭയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ട ചോദ്യങ്ങൾ ഒഴിവാക്കി. 49 വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ്. നടപടിക്കെതിരെ സ്പീക്കർക്ക് കത്തു നൽകി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ വിവാദം കനക്കുന്നു. വിവാദ ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് വി.ഡി. സതീശൻ. ഏജൻസിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് PR സഹായം ആവശ്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ PV അൻവർ MLA. ഞായറാഴ്ച മഞ്ചേരിയിൽ 1 ലക്ഷം പേരുടെ യോഗം സംഘടിപ്പിക്കും. പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും. മുഖ്യമന്ത്രിയെ മാറ്റാൻ CPIM തയ്യാറാവണമെന്നും PV അൻവർ. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഉടൻ തിരിച്ചടിയെന്ന ഇസ്രായേൽ. വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് നെതന്യാഹു. ഇസ്രായേൽ തടഞ്ഞത് ഇറാൻ തൊടുത്ത 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ. ടെൽ അവീവിലെ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനത്തിൽ രാജ്യത്തെങ്ങും വിപുലമായ ആഘോഷം. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരണം.